ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 34.5 ഇഞ്ച് ബോഡി മെഷർമെൻറ്റിലുള്ള ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ്. ഈ ഒരു കട്ടിങ്ങിൽ നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്ത് ഇളകിപ്പോകാതെ ലൂസായി കിടക്കുകയാണെങ്കിൽ, നമുക്ക് ബ്ലൗസിൻ്റെ കഴുത്ത് നല്ല ടൈറ്റോട് കൂടി കിട്ടുന്നില്ലെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ തുണിയെ കണ്ടോ, ഇത് നമ്മുടെ ലൈനിങ് പീസാണ്. കരവശം കണ്ടോ, ഈ രണ്ട് വശമുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ മടക്കിയെടുക്കുക. നേരെ പകുതിയാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ലൈനിങ് ബ്ലൗസ് ആണ്, ക്രോസ് കട്ടിംഗ് ആണ് ബ്ലൗസ്. അപ്പോൾ നമ്മൾ ഇവിടെ താവിൽ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇത് നമ്മുടെ താവിലുള്ള തുണിയുടെ ക്രോസ് ഒക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി, നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ മാർക്കിംഗ് കൊടുത്ത് ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമ്മുടെ ബ്ലൗസിന്റെ ലെങ്ത് ആണ്. നമ്മുടെ ബ്ലൗസിന്റെ ലെങ്ത് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി 16 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. കേട്ടോ, 16 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ കഴുത്തകലം നമ്മൾ വെക്കുന്നത് 2.25 ഇഞ്ചാണ്. 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നേരത്താഴെ ഇവിടെയും 2.25 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ രണ്ട് മാർക്കുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഷോൾഡർ വെക്കുന്നത് 3 ഇഞ്ചാണ്. നമ്മളെല്ലാ ബ്ലൗസിലും നമ്മൾ 3 ഇഞ്ച് തന്നെയാണ് നമ്മൾ ഷോൾഡർ വെക്കാറ്. കേട്ടോ, 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ടോട്ടൽ 5.25 ഇഞ്ച്. 2.25 ഇഞ്ച് കഴുത്തകലവും ഷോൾഡർ 3 ഇഞ്ചും, ടോട്ടൽ 5.25 ഇഞ്ച്. കേട്ടോ, 5.25 ഇഞ്ച്. ഇനി നമ്മൾ എത്രയാണോ നമ്മുടെ ഷോൾഡർ വെച്ചിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്യുന്നു. 5.25 ഇഞ്ച്. കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, നമ്മുടെ റിഗാളിൻ്റെ ഷേപ്പ് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു 1.25 ഇഞ്ച് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, 1.25 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് ബോഡിയിൽ നിന്ന് എടുത്തതാണ്. നമുക്ക് 34 ഇഞ്ചാണ് കിട്ടും. 34 കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു. 38.5 ഇഞ്ച്. 38 4 9.5 പോയിന്റും. കണ്ടോ, 9.5 പോയിന്റുമാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത്. ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ബ്ലൗസിന്റെ അടിവശത്തുള്ള ലൂസ് ഇടുപ്പളവ് നമുക്ക് 30.5 ഇഞ്ചാണ്. അപ്പോൾ 30.5 4 7.5 പോയിന്റും വരും. അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി, അങ്ങനെ 8.25 പോയിന്റും പ്ലസ് ഒരു 1.25 ഇഞ്ച് തുന്നി. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഈ ഒരു മാർക്കുകളെ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ, നമ്മൾ ഈ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. ഇവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ്. അതിന് വേണ്ടി നമ്മൾ ഇവിടെ ആദ്യം ഒരു 1/2 ഇഞ്ച് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന, നമ്മൾ ആ ഒരു ജോയിൻറ്റ് ചെയ്യുന്ന തുന്നിക്ക് വേണ്ടിയാണ് അത്. അവിടെ നിന്ന് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ കഴുത്തകലം താഴോട്ടേക്ക് മാർക്ക് ചെയ്യാണ്. 7.5 ഇഞ്ചാണ് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം. നമുക്കത് 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 7.25 മാർക്ക് ചെയ്യുന്നു. കേട്ടോ, 7.25 നമ്മുടെ കഴുത്തിറക്കം മാർക്ക് ചെയ്ത് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. കേട്ടോ, അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. കേട്ടോ, ഇതുപോലെ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കണ്ടോ, ഈ ഒരു മാർക്കിൽ കൂടി തന്നെ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ കഴുത്ത് നല്ലവണ്ണം ടൈറ്റായി കിട്ടുവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. മാർക്കിംഗ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. കേട്ടോ, അപ്പോൾ നമ്മുടെ തുണിയെ നേരെ ഇതുപോലെ തിരിച്ചു വെക്കുന്നു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ വെക്കുക. കേട്ടോ, നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടോ, നമ്മുടെ കണ്ടോ കരഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഷോൾഡറും അതുപോലെ തന്നെ ബോഡി ലൂസിൻ്റെ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ട് വെച്ചത് കണ്ടോ. ഇതുപോലെ വെച്ചാൽ നമുക്ക് നല്ല ക്രോസിങ് കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്കെയിലിനെ ഇതുപോലെ വെക്കുക. ഈ ഒരു 1/4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ച്ചെടുക്കുവാൻ വേണ്ടിയുള്ള തുണിയാണ്. ഇനി നമ്മളിവിടെ കഴുത്ത് കണ്ടോ, നമ്മൾ 2.25 ഇഞ്ചാണ് വെച്ചത്, 1/4 ഇഞ്ച് എക്സ്ട്രയും. അപ്പോൾ 2.5 ഇഞ്ച്. ആ ഒരു 2.5 ഇഞ്ചാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടേണ്ടത്. കണ്ടോ, അത് നമ്മൾ ഇതുപോലെ വെച്ച ശേഷം ഇവിടെ നമ്മളിതൊരു മാർക്കിംഗ് കൊടുക്കുന്നു.
എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ അടിവശത്ത് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇതുപോലെ നേരെ കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ സൈഡ് വശത്ത് നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡോട്ട്സ് അടിക്കുവാൻ വേണ്ടി വെച്ചിട്ടുള്ള എക്സ്ട്രാ തുന്നത്തുണിയാണ് 3/4 ഇഞ്ച്. അത് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോട്ട്സിൻ്റെ നീളം നമ്മൾ വെക്കുന്നത് 4.25 ഇഞ്ചാണ്. 4.25 ഇഞ്ചിൽ ഡോട്ട്സ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ആ ഒരു 3/4 ഇഞ്ച് കുറച്ച് വരെയുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് നമ്മുടെ മെയിൻ ടക്കിൻ്റെ കണ്ടോ ആ ഒരു 3/4 ഇഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് 2.5 ഇഞ്ച് നമ്മുടെ മെയിൻ ടക്കിൻ്റെ വീതിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. നമ്മളിവിടെ നമ്മൾ ബാൻഡിന് വേണ്ടി 4.5 ഇഞ്ച് നമ്മൾ ഇവിടെയും ഫ്രണ്ട് വശത്തും നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ് 6 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ നിന്ന് ആ ഒരു 1/2 ഇഞ്ച് കുറച്ചുകൊണ്ട് നമ്മൾ ടേപ്പിൽ വെച്ച് 1/4 ഇഞ്ച് നമ്മുടെ ഇറക്കം നമ്മുടെ 7.5 ഇഞ്ചിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ച് 7.25 മാർക്ക് ചെയ്ത് ഇതുപോലെ വരഞ്ഞെടുക്കുക കണ്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇവിടെ നിന്നാണ് നമ്മൾ കട്ടിങ് തുടങ്ങുന്നത് കണ്ടോ. ആ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ കഴുത്ത് കണ്ടോ, കഴുത്തൊക്കെ നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്തിട്ട് അതേ മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കണ്ടോ. ഇതുപോലെ നമ്മുടെ ഈ ഒരു ഗാൾ ഭാഗമൊക്കെ നമ്മുടെ ബാക്ക് പീസിൽ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കറക്റ്റ് കട്ട് ചെയ്യണം. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു മാർക്കിംഗ് വരെ മാത്രം നമ്മൾ കട്ട് ചെയ്യുന്നു കണ്ടോ. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. അതിന് നമ്മൾ ഈ ഒരു ബാക്ക് പീസ് ഇവിടെ നിന്ന് എടുത്തു മാറ്റുന്നു. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മുടെ മെയിൻ ടക്ക് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ടേപ്പിനെ ഇതുപോലെ പിടിക്കുക കണ്ടോ. നമ്മൾ ടേപ്പിനെ വെച്ചത് കണ്ടോ ഇതുപോലെ പിടിക്കും, നേരെ കുത്തനെ പിടിക്കുന്നു. ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മുടെ മെയിൻ ടക്കിൻ്റെ ഇറക്കം നമുക്ക് 10 ഇഞ്ചാണ്. അപ്പോൾ 10 ഇഞ്ച് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു കണ്ടോ. ഇവിടെയാണ് നമ്മുടെ മെയിൻ ടക്കിൻ്റെ പോയിന്റ് വരുന്നത്. ഇനി നമ്മൾ 4.5 ഇഞ്ച് ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തിട്ട് ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കണ്ടോ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ബാൻഡ് കണ്ടോ നമ്മളിത് ക്രോസിലാണ് നമ്മൾ വരഞ്ഞിട്ടിരിക്കുന്നത്. നമുക്കത് കറക്റ്റ് കണക്കൊക്കെ കിട്ടുവാൻ വേണ്ടിയാണ് അതുപോലെ വരഞ്ഞത്. അപ്പോൾ അതിനെ നേരെ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മുടെ ബാക്ക് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം വരുന്ന കരഭാഗത്ത് നിന്നാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ഇവിടെ ആദ്യം ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ളതാണ്. അതിനുശേഷം നമ്മുടെ ഇടുപ്പളവ് ബ്ലൗസിൻ്റെ താവിലുള്ള അളവ് മാർക്ക് ചെയ്യുന്നു. 30.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 7.5 പോയിന്റും കണ്ടോ. അത് നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് 7.5 പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി മാർക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു കണ്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ബാൻഡ് കണ്ടോ ഇത് നമ്മുടെ സൈഡ് വശമാണ്, ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ്. ഫ്രണ്ട് വശത്ത് നിന്ന് താവിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ ധരിക്കുന്ന സമയത്തുള്ള നല്ല ഫിനിഷിങ്ങോട് കൂടി നിൽക്കുവാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് കണ്ടോ. ഇതുപോലെ കട്ടിങ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബാൻഡ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ടെക്കൊക്കെ മാർക്ക് ചെയ്യുകയാണ്. നമ്മുടെ ബ്ലൗസിൻ്റെ ടെക്സ് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ചാണ് മെയിൻ ടെക്കിൻ്റെ വീതി നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ സെൻറ്ററിൽ നിന്ന് കണ്ടോ നമ്മുടെ സെൻറ്റർ മാർക്കിൽ നിന്ന് 2 ഭാഗത്തേക്കും 1.25 കണ്ടോ ടോട്ടൽ 2.5 ഇഞ്ച് 1.25 ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് വശത്ത് നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ സൈഡിൽ നിന്ന് 3/4 ഇഞ്ച് കണ്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ സെൻറ്ററിലേക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്യാൻ പാടില്ല. ആ ഒരു 1.25 എത്രയാണോ നമ്മൾ ടെക്കിന് വേണ്ടി മാർക്ക് ചെയ്തില്ല ആ ഒരു അളവിലേക്കാണ് നമ്മളത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ടെക്ക് വരുന്നത്. നമ്മുടെ സെൻറ്റർ ഡാർട്സ് വരുന്നത് ഇതുപോലെ നേരെ വരയുന്നു. ഈ ഒരു ടെക്കിൻ്റെ നീളം നമ്മൾ വെക്കുന്നത് 3 ഇഞ്ചാണ് കണ്ടോ. 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു.
ഇനി നമ്മുടെ കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരഞ്ഞുകൊണ്ട് ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ വശത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കണ്ടോ ചെറുതായി തുടങ്ങി കണ്ടോ ഇതുപോലെ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് പീസ് നമ്മൾ ഇതുപോലെ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണ്. ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ടക്ക് വരുന്നത് നമ്മുടെ തോൾ വശത്ത് നിന്ന് വരുന്ന ടക്കാണിത്. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു ടക്ക് വരുന്നത്. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യും. നമ്മളിവിടെയൊക്കെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഇവിടെ കഴുത്ത് ഇവിടെ ടൈറ്റ് കിട്ടുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഈ ഒരു ബാക്ക് പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പീസിനെ കറക്റ്റായി വെക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റായി വെക്കുന്നു. അപ്പോൾ നമ്മുടെ കഴുത്തൊക്കെ കറക്റ്റായി വെക്കണം. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ടോ, 1/4 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ വരെ മാത്രം ഒരു മാർക്ക് കൊടുക്കുന്നു. കണ്ടോ, നമ്മൾ ഷോൾഡറിൻ്റെ നമ്മുടെ സൈഡ് വശം വരെ കൊടുക്കുന്നില്ല. ഇവിടെ നിന്ന് 1 ഇഞ്ചൊക്കെ വരുന്ന ആ ഒരു അളവിലേക്ക് മാത്രമാണ് കൊടുക്കുന്നത്. കണ്ടോ, നമ്മൾ ആദ്യം ഇവിടെ കണ്ടോ ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് ആ ഒരു അളവ് കറക്റ്റ് കിട്ടുവാൻ വേണ്ടിയാണ് ആദ്യം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാത്തത്. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളത് കട്ടിങ്ങിൽ നമ്മളൊരു കഴുത്ത് ഭാഗത്ത് നിന്ന് 1 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു 1/4 ഇഞ്ച് പീസ് കട്ട് ചെയ്ത് മാറ്റാം. സൈഡ് വശം വരെ കൊടുക്കാൻ പാടില്ല. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുകയാണ്. സ്ലീവ് കണ്ടോ ഇതുപോലെ. അപ്പോൾ നമ്മൾ സ്ലീവിനെ മടക്കി വെച്ചിട്ട് അപ്പോൾ നമുക്ക് 2 സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ എത്തില്ല, തുണിയുടെ വീതിയിൽ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒരു സ്ലീവാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ സ്ലീവിന് നമുക്ക് ആവശ്യമുള്ള ലൂസിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. കണ്ടോ, ഇനി നമ്മുടെ സ്ലീവ് കൈയുടെ ലെങ്ത് മാർക്ക് ചെയ്യാണ് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ മുകളിൽ വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മളൊരു 1/2 ഇഞ്ച് വീണ്ടും വരികയാണ്. ഇത് നമ്മുടെ കൈയുടെ താവിൽ നമ്മൾ ലൈനിങ് തയ്ച്ചെടുക്കുന്നുള്ള തുന്നത്തുണിയാണ് ഈ ഒരു 1/2 ഇഞ്ച്. ഇനി നമ്മൾ ഈ ചെസ്റ്റ് അളവിൽ നിന്നാണ് നമ്മുടെ റഗാൾ അളവ് കണ്ടെത്തുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 34.5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുക, നമുക്ക് 31.5 ഇഞ്ച് കിട്ടും. 31.5യുടെ 4/1 7.75 പോയിന്റും അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 8 ഇഞ്ചും പോയിന്റിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കേട്ടോ, 8. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. നമ്മൾ ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് നമ്മുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഇതുപോലെ ടേപ്പിനെ ക്രോസിൽ പിടിച്ചുകൊണ്ട് ഇവിടെയും 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ആ ഒരു 3.5 ഇഞ്ച് മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് 11 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 5.5 ഇഞ്ച് പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണി. ഇനി ഈ ഒരു മാർക്കിൽ നിന്ന് മുകളിലേക്ക് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഈ ഒരു ഷേപ്പ് കണ്ടോ, നമ്മളത് ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തുന്നതാണ് ഈ ഒരു അളവ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ബാക്ക് പീസാണ് എടുക്കുന്നത്. ബാക്ക് പീസ് വെച്ചാൽ മാത്രമേ കറക്റ്റ് കിട്ടുകയുള്ളൂ. ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് മുകളിലുള്ള തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ബോഡിയുടെ ലൂസിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു അളവിലും ഒരു മാർക്ക് ചെയ്ത ശേഷം നമ്മുടെ ബോഡി നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ വെക്കുക. കണ്ടോ, നമ്മൾ ആ ഒരു മുകളിലുള്ള 1/2 ഇഞ്ച് നമ്മുടെ തുന്നത്തുണിക്ക് വേണ്ടി ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ റിഗാളിനെ വലിക്കാതെ നമ്മൾ ഇതുപോലെ കറക്റ്റ് ടച്ച് ചെയ്ത് കൊണ്ടുവരിക. കണ്ടോ, നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിന് കണക്കായി നമുക്ക് നമ്മുടെ ഈ ഒരു ബോഡി റിഗാൾ കിട്ടുന്നത് കണ്ടോ, മാർക്കിംഗ് കിട്ടുന്നത് കണ്ടോ. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു പീസ് ഇവിടെ വരെയാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അത് നമുക്ക് ആ ഒരു പീസിനെ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടി നമുക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതുപോലെ കണ്ടോ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു.
നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ സെൻറ്റർ വശത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ. അപ്പോൾ നമ്മൾ കൈ ഈ സ്ലീവിനെ ഇതുപോലെ വെച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മളൊരു 1.25, ഇവിടെ ഈ ഒരു മാർക്കിൽ നിന്നും ഒരു 1.25, എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് കണ്ടോ, ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്നാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ. ഈ ഒരു മാർക്കിംഗ് വരെ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ, അത് ശ്രദ്ധിക്കണം കണ്ടോ, ഇവിടെ വരെ മാത്രം. എന്ന് നമ്മൾ നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ ബാക്ക് പീസിന് ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്ന് നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് കട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ തുണിയെ കണ്ടോ ഇതുപോലെ വെക്കുന്നു കണ്ടോ. നമ്മുടെ കൈയുടെ ആദ്യ പീസിൽ നമ്മൾ താവ് കട്ട് ചെയ്ത ഭാഗത്ത് നമ്മുടെ ഈ ഒരു റഗാൾ ഭാഗം വെച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റായി കിട്ടും കണ്ടോ. ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. നമ്മുടെ സ്ലീവ് എങ്ങനെയാണോ നമ്മുടെ ആദ്യത്തെ പീസ് കട്ട് ചെയ്തതുപോലെ അതുപോലെ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇവിടെയൊക്കെ മാർക്കിംഗ് സ്ഥലത്തൊക്കെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാവുന്നതാണ് കണ്ടോ. ഇവിടെയൊക്കെ മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.